മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, വീണ തൈക്കണ്ടിയിൽ വീണ ടീമുമായി ബന്ധപ്പെട്ട ED അന്വേഷണം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാമെന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ സുപ്രീം കോടതി പോയാലും വലിയ കഥയൊന്നുമില്ലാന്ന് തോന്നുന്നു. സിംഗിൾ ബെഞ്ച് ആദ്യം പറഞ്ഞു അത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അതിനെതിരെയാണ് CMRL കമ്പനി, കർത്തയുടെ കമ്പനി കൊണ്ട് പരാതി കൊടുത്തത്. അപ്പോൾ ആ പരാതി തീർച്ചയായിട്ടും പിന്നെ ആര് വാങ്ങിച്ചു? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു പറ്റത്തില്ല, ED അന്വേഷിക്കട്ടെ, അത് ക്ലീൻ ചിറ്റ് കിട്ടുമല്ലോ, അത് ഒരിക്കൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചിറ്റ് കിട്ടുമല്ലോ, വെറുതെ കേസിട്ടടിക്കേണ്ട കാര്യമല്ല, ED അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് കോടതി ശക്തമായി നിൽക്കുന്നത്. ഇതിനിടയിലാണ് വളരെ തമാശ നടന്നത്. SFIയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള 25 പേർ ഇപ്പോൾ ജയിലിലാണ്. കണ്ണമ്മൂല മുൻ വാർഡ് കൗൺസിലറായിരുന്ന IP ബിനു അടക്കമുള്ള, അത് ചീമുട്ടെറിഞ്ഞ കേസാണ്. 25ഓളം പേർ ജയിലിലാണ്. അതിൽ ഇന്നലെ ഒരു വീട്, വളരെ സാധാരണക്കാരായ ഒരു പാവപ്പെട്ട ആളിൻ്റെ വീട് ശിവൻകുട്ടി കാണിച്ച് ഇങ്ങനെ ശിവൻകുട്ടി സന്ദർശിച്ചതായിട്ട് കാണിക്കുന്നു. എത്ര ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഭാര്യ, മക്കൾ, അമ്മ, അച്ഛനൊക്കെ ഉണ്ട്. അവരെ സംരക്ഷിക്കുന്നതിന് ആരാണ് സംരക്ഷിക്കുക? ഈ ജയിലിലൊക്കെ പോയി, ഇത്തരം കേസുകളിലൊക്കെ പോയി ജയിലിലൊക്കെ പെട്ടാൽ. അപ്പോൾ പുതിയ തലമുറ ഇതൊക്കെ ചിന്തിക്കണം. നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതൊക്കെ വളരെ ഗൗരവമായ വിഷയങ്ങളാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ടെന്നോ സമരം ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല. പക്ഷേ ഇതെല്ലാം വളരെ ഗൗരവമായ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ വിഷയങ്ങളുണ്ട്. അവർ കുടുംബവും അച്ഛനും അമ്മയും എന്നും നോക്കാതെ ഇങ്ങനെ പാർട്ടി എന്ന് പറഞ്ഞൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. സമൂഹം വളരെ ഗുരുതരമായ ഒരു വിഷയത്തിൽ, കാരണം മുഖ്യമന്ത്രി അല്ല അഡ്രസ്സ് ചെയ്തത്, മുഖ്യമന്ത്രിയുടെ മകളെയാണ്. മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് അന്വേഷിക്കണം. അത് ED നന്നായി അന്വേഷിക്കുന്നു. ED ഇനിയിപ്പോൾ ലോക്കർ തുറക്കാനുള്ള ശ്രമത്തിലാണ്. വീണ വിജയൻ്റെ ലോക്കർ തുറന്നാൽ അവിടെയും എന്തെങ്കിലുമൊക്കെ രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തായാലും എക്സാലോജിക്കുമായി ബന്ധപ്പെടുത്തിയും KMR കർത്തയുടെ നമ്മുടെ കർത്തയുടെ സ്ഥാപനവുമായിട്ട് CMRLലുമായിട്ടുള്ള കഥയിൽ ഒരു സേവനവും കൊടുക്കാതെയാണ് പ്രതിമാസം 5 ലക്ഷവും 3 ലക്ഷം രൂപ 8 ലക്ഷം രൂപ പ്രതിമാസം കിട്ടിയിരുന്നത് എന്നുള്ളതാണ് വളരെ കൗതുകമുള്ള കാര്യം. സേവനങ്ങളെല്ലാം വാക്കാൽ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ഉപദേശം കൊടുക്കുന്നതിന് വാക്കാൽ പോയി ഒരു ഫോണിൽ കൂടെയോ അല്ലെ നേരിട്ട് ചെന്നിട്ടുമില്ല. അപ്പോൾ ഫോണിൽ കൂടെ ഉപദേശം കൊടുക്കുന്നതിന് 5 ലക്ഷം രൂപ കൊടുക്കുമോ? ഒരു മെയിൽ പോലും അയച്ചിട്ടില്ല, ഒരു മെയിൽ ഉപദേശം പോലും ഇല്ല, ഒരു ഡോക്യുമെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടില്ല. അപ്പോൾ ഫോണിൽ വിളിച്ച് ഉപദേശം ചോദിക്കുന്നതിന് 5 ലക്ഷം രൂപ കൊടുക്കുമോ എല്ലാ മാസവും? അതെന്ത് സർവീസാണ്? എന്ത് സർവീസ് ഡെലിവറി ആണെന്ന് നമുക്കറിയില്ല. എത്ര വലിയ കൺസൾട്ടൻ്റ് ആയാലും എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡോക്യുമെൻ്റ് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്ഥാപനം ഒന്ന് വിസിറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ പ്രതിമാസം 5 ലക്ഷം രൂപ ഒന്നും കൊടുക്കുകയാണ്. ഇതൊരു വല്ലാത്തൊരു കേസാണ്. അപ്പോൾ അതുപോലെ തന്നെ 3 ലക്ഷം രൂപ അല്ലാതെയും കൊടുക്കുന്നു. അപ്പോൾ 5 ലക്ഷം രൂപ വ്യക്തിക്ക് കൊടുക്കുന്നു, വീണ വിജയന് കൊടുക്കുന്നു, 3 ലക്ഷം രൂപ കമ്പനിക്ക് കൊടുക്കുന്നു. അതാൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ കരിമണൽ കമ്പനി ഖനനം കേന്ദ്ര ഗവൺമെൻറ് സ്വകാര്യ മേഖലയിൽ നിർത്തലാക്കിയതിന് ശേഷമാണ് ഈ കഥയെല്ലാം വരുന്നത്. നിർത്തലാക്കിയെങ്കിലും ഇവിടെ കേരള സ്റ്റേറ്റ് അതിന് അനുഗുണമായ ഉത്തരവിറക്കാത്തത് കൊണ്ട് തന്നെ കർത്താക്കിയത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അങ്ങനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന കൊടുത്തു. ആ സംഭാവന കൊടുത്തത് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കുമാണ്. അതുകൊണ്ട് സംഭാവനയുടെ മോഡിൽ അത് പോയി. അതേസമയം ഇത് കമ്പനിക്ക് ഒരു കമ്പനി കൊടുത്തതായതുകൊണ്ട് അത് ഇൻകം ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല വീണ വിജയൻ വിജയന് അയച്ചു കൊടുത്തതാണ്. മാസത്തിൽ ആരെങ്കിലും കൈ കൊണ്ട് 5 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം വരത്തില്ലായിരുന്നു. കമ്പനിയുടെ ട്രാൻസാക്ഷനിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ് വരും. എന്തിന് കൊടുത്തു എന്നുള്ള ചോദ്യം വരും. അതിന് സർവീസ് കൃത്യമായി കിട്ടണം. കാര്യം കമ്പനിയാണ്, ടാക്സിൻ്റെ പ്രശ്നമുണ്ട്. അതാണ് ഇവിടെ കുരുങ്ങിപ്പോയത്. വല്ലാതെ കുരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ. കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾക്കും സാധാരണ ചാനലുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമെല്ലാം ലക്ഷങ്ങളാണ് കർത്ത കൊടുത്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത്. വളരെ മനോഹരമാണ് ഈ കാര്യങ്ങൾ.